നമസ്കാരം. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ പുത്തൻകുരിശ് പഞ്ചായത്തിൽ UDF 2020 കൂട്ടുകെട്ട്. ഇടത്തോട്ടും വലത്തോട്ടുമില്ല എന്ന് പറഞ്ഞ 2020 സാബു അവസാനം UDFിൽ അഭയം പ്രാപിക്കുകയാണ്. ബെന്നി ബെഹനാൻ പക്ഷത്തെയും MP രാജൻ പക്ഷത്തെയും വെട്ടി സാബുവിന് പുത്തൻകുരിശ് കോൺഗ്രസ് കൈകൊടുക്കുമ്പോൾ മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന 2020 സാബു M ജേക്കബിന്റെ ടാർഗറ്റ് അഡ്വക്കേറ്റ് PV ശ്രീനിജൻ MLA ആണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. തോറ്റുപോയാലും അധികാരം നഷ്ടമായാലും നിലപാടിൽ മാറ്റമില്ല. UDFിനെ കമ്പനി പാർട്ടി പിന്തുണച്ചാൽ ഭരണം നഷ്ടമാകുമെന്നറിഞ്ഞിട്ടും മുതലാളിയുടെ തിണ്ണനിറങ്ങാൻ പോകാത്ത LDFകാരെ നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇതാണ് നിലപാട്. വെള്ളം ചേർക്കാത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നട്ടലുള്ള നിലപാട്. ആദ്യം പുത്തൻകുരിശ് പഞ്ചായത്തിലേക്ക് ഒന്ന് പോകാം. പുത്തൻകുരിശ് പഞ്ചായത്തിൽ സീറ്റ് നില പരിശോധിച്ചാൽ LDFിന് 8, UDFിന് 7, 2020ക്ക് 2 എന്നിങ്ങനെയാണ്. 8 സീറ്റുകൾ ലഭിച്ച LDF ആണ് മുൻതൂക്കം എന്നിരിക്കെ LDF ഭരണം പിടിക്കാതിരിക്കാൻ 2020യുമായി UDF ഡീൽ ഉറപ്പിക്കുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച ധാരണ പ്രകാരം നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് 2020 പിന്തുണയോടെ UDF അധികാരത്തിലേക്ക് വരുന്നത്. സംഭവം വിവാദമായതോടെ പുത്തൻകുരിശിലെ കോൺഗ്രസുകാർ ഞാനൊന്നും അറിഞ്ഞില്ലപ്പാ എന്ന മട്ടിൽ ഒരു നാടകം കളിക്കാൻ ശ്രമം നടത്തിയെങ്കിലും 2020 മെമ്പർമാരുടെ ആ പിന്തുണച്ച മെമ്പർമാരുടെ വെളിപ്പെടുത്തൽ കോൺഗ്രസിന് ആപ്പായി മാറി. അവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട പ്രകാരമാണ് പിന്തുണച്ചതെന്നാണ് 2020യുടെ പ്രതികരണം. അപ്പോ ഡീലും കൂട്ടുകെട്ടും ഇല്ല എന്ന് ഇനി പറയാൻ കഴിയില്ല. ഇനി 2020 നുണ പറയുകയാണെന്നും അവർ ചോദിക്കാതെ തന്ന പിന്തുണയാണെന്നും കോൺഗ്രസ് ന്യായീകരിക്കാൻ ഇരട്ടത്താപ്പ് നടത്തിയാലും എന്നാൽ പിന്നെ എന്തുകൊണ്ട് രാജിവെച്ച് ഭരണമൊഴിഞ്ഞില്ലെന്ന മറുചോദ്യം ഉയർന്നു വരും. വാർത്തയാകുമ്പോഴും പിന്തുണ നിഷേധിച്ചെന്തേ ഒരൊറ്റ നേതാവ് പോലും പ്രതികരിച്ചില്ല എന്ന ചോദ്യവും വാർത്താക്കുറിപ്പ് ഇറക്കിയില്ല എന്ന ചോദ്യവും ഉയർന്നു വരും. അതിനു മുമ്പിൽ നോ രക്ഷ. ഇതൊന്നും നേതാക്കൾ അറിയാതെയാണ് നടന്നതെന്ന് പറഞ്ഞാൽ അതിലേറെ കോമഡിയാകും. എന്തൂട്ട് പ്രഹസനമാണ് സജി എന്ന് സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ വരെ ചോദിക്കുന്ന കാഴ്ചയുണ്ടാകും. ഇടതുപക്ഷവും PV ശ്രീനിജനും പിണറായി വിജയനും ഗോവിന്ദൻ മാഷും 2020ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ LDF പ്രവേശനം ഇനി സാധ്യമല്ല എന്നും എന്തായാലും അങ്ങോട്ടേക്ക് നോക്കണ്ട എന്നും ഒക്കെ നന്നായി സാബുവിന് അറിയാം. അതുകൊണ്ട് സാബുവിന്റെ നോട്ടം UDF പാളയത്തിലേക്ക് തന്നെയാണ്. എന്നാലും സ്വന്തം തന്തയെ കോൺഗ്രസുകാർ 200 വെട്ട് വെട്ടിയെന്ന് പറഞ്ഞ സാബു എത്ര പെട്ടെന്നാണല്ലേ UDFിന് കൈകൊടുത്തത്. ഇടത്തോട്ടും വലത്തോട്ടുമില്ല എന്ന് പറഞ്ഞു നടന്നിട്ട് എത്ര പെട്ടെന്നാണ് സാബു വലത്തോട്ട് തിരിഞ്ഞതല്ലേ. വല്ലാത്തൊരു നിലപാട് തന്നെ. ഇനി കോൺഗ്രസിന്റെ കാര്യമോ അതിലേറെ ബഹുഗേമമാണ്. സാബു BJP ഏജന്റാണ്, BJPയുടെ B ടീമാണ് എന്നൊക്കെ ഇലക്ഷൻ സമയത്ത് പ്രസംഗിച്ച് നടന്നവർ ശശി തരൂരിന്റെ മോദി സ്തുതിയെ വെല്ലുന്ന സാബു സ്തുതി നടത്തി അധികാരത്തിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യുമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുത്തൻകുരിശിലൂടെ വിചാരധാരയിൽ RSS കമ്മ്യൂണിസ്റ്റുകാർ മുഖ്യ ശത്രുവെന്ന് എഴുതി വെച്ചത് ഹിറ്റ്ലറിൽ നിന്ന് കടം കൊണ്ടതായിരുന്നുവെങ്കിൽ UDFിന്റെ പുത്തൻകുരിശിലെ മാങ്ങാക്കൈ, അതായത് പുതിയ മുന്നണി തത്വങ്ങൾ മൊത്തത്തിൽ പരിശോധിച്ച് നോക്കിയാൽ സാബുവിൽ നിന്ന് കടം കൊണ്ടതാണോ എന്ന് തോന്നിപ്പോകും. അക്കരെ 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 എന്ന് പറയുന്ന സിനിമയിൽ തിലകനോട് ശ്രീനിവാസൻ പറയുന്നത് പോലെ എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞ പോലെ ആയിട്ടുണ്ട് ഈ മാങ്ങാക്കൈ മുന്നണി. ഇനി ഈ കച്ചവടത്തിൽ കോൺഗ്രസിന് നഷ്ടവും സാബുവിന് ലാഭവുമാണ് എന്ന് എത്ര പേർക്കറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം വാർഡടക്കം നഷ്ടപ്പെട്ട് പലയിടത്തും കെട്ടിവെച്ച പൈസ പോലും കിട്ടാതെ തകർന്നടിഞ്ഞ 2020ക്ക് തിരികെ വരാനുള്ള ഒരു ഊർജമാണ് ഈ UDF മുന്നണി ബന്ധം എന്നുള്ളത്. പുത്തൻകുരിശ് പഞ്ചായത്തിൽ 2020 മെമ്പർമാരെ വെച്ച് കോൺഗ്രസിന് സാബു മൂക്കുകയറിടുമ്പോൾ സാബുവിന്റെ മുമ്പിൽ തുറന്നു വരുന്ന വഴികൾ നിരവധിയാണ് എന്നുള്ളതാണ്. ഞങ്ങളുടെ പിന്തുണയോടെയാണ് പുത്തൻകുരിശിൽ UDF ഭരണത്തിലിരിക്കുന്നതെന്ന ഭീഷണി മുഴക്കി കോൺഗ്രസിന്റെ ബലഹീനത സാബുവിന് മുതലെടുക്കാം. UDF ഭരിക്കുന്ന മറ്റു പഞ്ചായത്തുകളിൽ ഭരണസമിതികൾ നീങ്ങിയാൽ, അഴിമതികളുടെ ഫയലുകൾ പുറത്തെടുത്താൽ പുത്തൻകുരിശിലെ ഭരണം താഴെ പോകുമെന്ന സമ്മർദ്ദം ചെലുത്തി അവരെയൊക്കെ നിശബ്ദരാക്കാം. ഭരണം നഷ്ടപ്പെട്ടാൽ അത് നാണക്കേടാകുമെന്നറിയാവുന്ന KPCC നേതൃത്വവും നേതാക്കളും സാബുവിന്റെ ഡിമാൻഡിന് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീനിജനെ താഴെ ഇറക്കാൻ 2020ക്ക് UDF പിന്തുണ നൽകണമെന്നും മുന്നണിയിൽ ഘടകകക്ഷിയാക്കണമെന്നും ആവശ്യപ്പെട്ടാലും അതിശയിക്കാൻ ഒന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് ഡീലിൽ ബിസിനസ്സുകാരനായിട്ടുള്ള സാബു M ജേക്കബിന് ലാഭം നിരവധിയാണ്. കോൺഗ്രസിനെ എത്ര വിദഗ്ധമായാണ് അയാൾ കുരുക്കിയതല്ലേ. 2020 സാബുവിനെതിരെ കോൺഗ്രസിനുള്ളിൽ ശക്തമായ വിമർശനം ഉന്നയിക്കുന്ന മുഖ്യ ശത്രുക്കളായ ബെന്നി ബെഹനാൻ MPയെയും കിഴക്കമ്പലത്തെ MP രാജനെയും ഒക്കെ എത്ര തന്ത്രപരമായാണ് 2 മെമ്പർമാരെ വെച്ച് പുത്തൻകുരിശിലെ കോൺഗ്രസുകാരെ കൊണ്ട് തന്നെ ഒന്നുമല്ലാതാക്കി കളഞ്ഞത്. സാബു ഭക്തരായ കോൺഗ്രസുകാർ എത്ര പെട്ടെന്നാണ് ബെന്നി ബെഹനാനും കിഴക്കമ്പലത്തെ MP രാജനും അടക്കമുള്ള നേതാക്കളും പ്രവർത്തകരും 2020ക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളെ നിഷ്പ്രഭമാക്കി കളഞ്ഞത്. പുത്തൻകുരിശിലെ UDFിന്റെ അവസരവാദ രാഷ്ട്രീയത്തെ പറ്റി പുത്തൻകുരിശിലെയും കുന്നത്തുനാട് മണ്ഡലത്തിലെയും നട്ടലുള്ള പല കോൺഗ്രസ് നേതാക്കളും പലരും എന്നെ വിളിച്ച് പറഞ്ഞത് നാണം കെട്ട കൂട്ടുകെട്ടായി പോയി ഇതെന്നാണ്. ഈ കൂട്ടുകെട്ടിൽ സജീന്ദ്രൻ ഒരക്ഷരം മിണ്ടില്ലെന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. പക്ഷേ ബെന്നി ബെഹനാനും നേതാക്കളും ഒക്കെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നൊരു ചോദ്യം ഉയർന്നു കേൾക്കുന്നുണ്ട്.
കസേര കിട്ടിയാൽ എന്തും ചെയ്യുമെന്ന നിലപാടിനെ സ്വാഗതം ചെയ്യാനാകില്ലെന്നും പറഞ്ഞ നട്ടലുള്ള കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ഇതിനിടയിൽ പിന്തുണയെ ന്യായീകരിച്ച് 2020 ഫേക്ക് ഐഡികളും സാബു ഭക്ത കോൺഗ്രസ് സൈബർ സംഘവും സജീവമാണ്. ഒരു ഭാഗത്തോടെ UDF പിന്തുണ കൊടുത്തിട്ട് സാബു സാറിന് ആരുടെയും പിന്തുണ വേണ്ടെന്ന് വാദിക്കുന്ന മണ്ടന്മാർ വരെ കമന്റ് ബോക്സിലുണ്ട്. LDF താഴെ ഇറക്കാൻ എന്തും ചെയ്യുമെന്ന് വാദിക്കുന്ന ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ചില കോൺഗ്രസുകാരെയും ഒക്കെ കമന്റ് ബോക്സിൽ കാണാനിടയായി. രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും വരെ ആക്ഷേപം ഉന്നയിച്ച സാബുവിനെ ആഘോഷമാക്കുന്ന കോൺഗ്രസുകാരോട് ഒന്നേ പറയാനുള്ളൂ: ആദ്യം മധുരിക്കും, പിന്നെ കഴിക്കും, പിന്നെ തുപ്പാൻ നോക്കുമ്പോഴേക്കും ചാണകക്കുഴിയിൽ വീണതിന്റെ മണം മാറിക്കാണില്ല. സാബുവിന്റെ ലക്ഷ്യം ഏത് മുഖേനയും ശ്രീനിജൻ MLA താഴെ ഇറക്കുക എന്നത് മാത്രമാണ്. കാരണം ഇന്ന് അയാൾ ഭയക്കുന്ന ഒരേ ഒരു പേര് PV ശ്രീനിജൻ MLA-യുടേതാണ്. MLA വിരോധം എന്നതിനപ്പുറത്തേക്ക് സാബുവിന്റെ 2020 പറയാൻ എന്താണുള്ളത്? എന്നാൽ ശ്രീനിജൻ സാബുവിനെ വിമർശിക്കുമ്പോഴും കുന്നത്തുനാട് വികസന കാര്യത്തിലും അദ്ദേഹം ഒന്നാമതാണ്. 2000 കോടിയുടെ വികസനമാണ് ശ്രീനിജൻ ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ളത്. പല പാർട്ടിയിലുള്ളവർക്കും വേണ്ടപ്പെട്ടവരാണ് ശ്രീനിജൻ. അതിനും ഒരു കാരണമുണ്ട്. അഡ്വക്കേറ്റ് PV ശ്രീനിജൻ MLA ആയ ശേഷം സാബുവിന് നഷ്ടം 2 പഞ്ചായത്തുകൾ മാത്രമല്ല, 2020 മത്സരിച്ച പലയിടത്തും കെട്ടിവെച്ച പൈസ പോലും കിട്ടിയില്ല. 5 വോട്ട് വരെ കിട്ടി നാണം കെട്ട തോൽവി വരെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. സാബുവിന്റെ എല്ലാ അടവുകളും നുണക്കഥകളും പൊളിച്ച് ശ്രീനിജൻ നടത്തിയ പോരാട്ടത്തിൽ 2020 കച്ചവടം തകർന്നടിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി രാഷ്ട്രീയക്കാർ എല്ലാവരും ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യമാണ് ശ്രീനിജൻ നടപ്പിലാക്കിയെടുത്തത്. നാടിനെ രക്ഷിക്കാനെത്തിയ നേതാവിനെ കോൺഗ്രസുകാർ വരെ ആഘോഷമാക്കി. ഇനിയും ശ്രീനിജൻ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്വന്തം പാർട്ടിയിൽ പോലും ഉണ്ടെന്ന് മനസ്സിലാക്കിയ സാബു നടത്തുന്ന അവസാന കളിയാണിത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി ശ്രീനിജൻ മത്സരിക്കാൻ ഇറങ്ങിയാൽ ഒരു 2.0 സംഭവിച്ചാൽ പിന്നെ ഏകാധിപത്യം എന്നേക്കുമായി അവസാനിക്കുമെന്ന് സാബുവിനറിയാം. തനിക്കെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന, തന്നെ ചോദ്യം ചെയ്യുന്ന, തന്റെ മുമ്പിൽ കൈകൂപ്പി നടുവളയ്ക്കാത്ത ശ്രീനിജനെ തോൽപ്പിക്കാൻ സാബു കോൺഗ്രസ് പക്ഷത്തുള്ള 2020 അനുകൂലികളെ കൂടെ നിർത്തുമ്പോഴും ഇത് കുന്നത്ത് നാടാണ്. സാബുവിന്റെ കുറെ കള്ളക്കളികൾക്ക് ഷട്ടറിട്ട നാടാണ്. രാഷ്ട്രീയത്തിനപ്പുറം നാടിനൊപ്പം നിലപാടുള്ളവർക്കൊപ്പം നിലനിൽക്കുന്ന മനുഷ്യരുള്ള നാടാണിത്. പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പമാരെ പോസ്റ്റർ ഒട്ടിച്ചും കൈയടിച്ചും വളർത്തിയ അണികൾ തന്നെ തുരത്തിയ രാഷ്ട്രീയ കഥകൾ ഒരുപാടുള്ള നാടാണിത്. അത് മറക്കണ്ട സാബു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.